വഴയിലെ പുതിയ ബാറിന്റെ ഉദ്ഘാടന സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടർമാർ ഏറ്റുമുട്ടി. സാധാരണ നമ്മൾ കേൾക്കുന്ന വാർത്ത ഇതുപോലെയുള്ള ബാറ്, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഗുണ്ടകൾ ഏറ്റുമുട്ടുന്നതാണ് കാണുന്നത്. വഴയിലെ ബാർ ഉദ്ഘാടന സമയത്ത് അവിടെ വന്നു ചേർന്ന, അവിടെ അതിഥിയായി വന്ന 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിൽ ഏറ്റുമുട്ടി എന്നാണ് പറയുന്നത്. ആ ഏറ്റുമുട്ട് കഴിഞ്ഞപ്പം ബാർ ഉടമസ്ഥൻ പോലീസിനെ വിളിച്ചില്ല. സർക്കിൾമാർ തമ്മിൽ ഏറ്റുമുട്ടലാണ്. അവർ പേടിക്കുന്ന അവരുടെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഗുണ്ട, അയാൾ ഇടപെട്ട് രണ്ടിനെയും മാറ്റിയെന്നാണ് വാർത്ത വരുന്നത്. കേരളത്തിന്റെ അവസ്ഥ എന്തൊരു മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ അവിടെ ഇടനിലയ്ക്കോ അത് ഇന്റർഫിയർ ചെയ്യാനോ പോലീസല്ല വരുന്നത്, ഗുണ്ടകളാണ് വരുന്നത്. ഗുണ്ടകളെ ഇടപെട്ട് കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറും, വഴങ്ങും. ഗുണ്ടകളുടെ നിന്ന് അവർ സ്ഥിരമായിട്ട് പണം വാങ്ങുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ബാറ് സ്ഥലത്ത് ഗുണ്ടകളും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഒന്നിച്ച് വന്നു ചേരുന്നത്. ഈ വഴയിലെ ഈ പുതിയ ബാറ് അവിടെ ഉദ്ഘാടന സമയത്ത് അവിടെ ഒരു SP-യും ഭാര്യയും വന്നെന്ന് പറയുന്നുണ്ട്. അതിൽ 2 CIമാരാണ് അവിടെ ഏറ്റുമുട്ടിയതിൽ ഒരാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെയും ഒരാൾ ക്രൈം ബ്രാഞ്ചിലെയാണ്. ഇവരെ പറ്റി പറയുന്നത് ഈ 2 പേര് നേരത്തെ കഴക്കൂട്ടത്ത് മംഗലപുരത്തുമൊക്കെ SIമാരായിട്ടും CIമാരായിട്ടും ഇരുന്നവരാണ്. തീർച്ചയായിട്ടും അവിടെയുള്ളവർക്ക് ഇതുപോലെയുള്ള ഗുണ്ടാബന്ധം വളരെ സജീവമായിട്ടുള്ളവരാണ്. അവരിൽ നിന്ന് പണം വാങ്ങുന്നവരുമാണ്. അവരുണ്ടാക്കിയിരിക്കുന്ന സ്വത്തിനെ പറ്റിയാണ് ഏറ്റവും അടിയന്തരമായിട്ട് വിജിലൻസ് അന്വേഷിക്കേണ്ടത്. ബിനാമിയായിട്ടും ഒക്കെ ഉണ്ടാവും. ഗുണ്ടാപ്പിരിവുകാരാണ് ആ CIമാരെന്ന് കരുതുന്നു. കാരണം മംഗലപുരത്തും കഴക്കൂട്ടത്തും SIയും CI ആയിട്ട് കുറേ വർഷങ്ങൾ അവിടെ ഇരുന്നാൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ഗുണ്ടകളുമായിട്ടും ബന്ധം വരും. കാരണം ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ ഏറ്റുമുട്ടുന്നതും കൊലപാതകവും നടക്കുന്നതും കാലുവെട്ടി എറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടത് പുതിയ രീതിയിലുള്ള സംഘർഷങ്ങളും പുതിയ രീതിയിലുള്ള പെരുമാറ്റങ്ങളും പുതിയ രീതിയിലുള്ള കൊലപാതകങ്ങളൊക്കെ നമ്മൾ കാണുന്നത് മംഗലപുരം കഴക്കൂട്ടം ഏരിയയിൽ തന്നെയാണ്. കാരണം അവിടെ ഒരു കാലുവെട്ടി എറിഞ്ഞ് സന്തോഷിച്ച് ഒരാളെ വീട്ടിൽ പോയി ഒരു ഗുണ്ടയെ കൊന്നിട്ട് അയാളെ കാലുവെട്ടി റോഡിൽ കൂടെ പോയി നാട്ടുകാർ കാങ്കെ റോഡിലെ ടൗണിൽ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 2 CIമാരുടെ പൂർവ്വചരിത്രം നോക്കണം, അവരുണ്ടാക്കിയ സ്വത്തുക്കൾ നോക്കണം, അവര് ഈ ഗുണ്ടകൾ മാത്രം വരുന്ന ആ സ്ഥലത്തെ ഉദ്ഘാടനത്തിന് എങ്ങനെ വന്നു, ആരെയാണ് അവർ ക്ഷണിച്ചത്, എന്തിനാണ് ഇവരവിടെ പോകുന്നത്. പോലീസിന്റെ ഇമേജിനെ ഏറ്റവും കൂടുതൽ കോട്ടം തട്ടുന്ന ഇങ്ങനെയുള്ളവരാണ്. പോലീസിന് ചില ഡിസിപ്ലിനൊക്കെ ഉണ്ട്. മദ്യപിക്കുന്നവർ വീട്ടിൽ ഇരുന്ന് മദ്യപിച്ചോണം, പക്ഷെ കഴിവുള്ളിടത്തോളം മദ്യപിച്ച് വെളിയിൽ ഇറങ്ങരുത്, അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ പോയിരുന്ന് മദ്യപിക്കരുത്. അങ്ങനെയുള്ളവരെ, അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവരെ പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. റിമൂവ് ചെയ്യണം സർവീസിൽ നിന്ന്. അത് അവർ തിരിച്ചു കയറിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവരെ പിരിച്ചുവിട്ടണമെന്ന് ഞാൻ പറയണേ. അവരെ എപ്പോഴെങ്കിലും തിരിച്ചു വന്നോട്ടെ. അവരെ സമൂഹത്തിനോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ഗവൺമെന്റിനോ ആവശ്യമില്ല. ഗവൺമെന്റിന്റെ ഇമേജ് തകർത്തവരാണ് ഇവർ. ഗവൺമെന്റ് അരിമപുത്രന്മാരായി നടക്കുമായിരിക്കും ഇവർ, പക്ഷേ ഇമേജ് തകർത്ത് കളഞ്ഞു. കേരളത്തിലെ പോലീസിനും DGPക്കും ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര സെക്രട്ടറിക്കും അവമാനം ഉണ്ടാക്കിയ ആ 2 സർക്കിൾ ഇൻസ്പെക്ടറെ അടിയന്തരമായി പിരിച്ചു വിടാനുള്ള നടപടികൾ പ്രൊവിഷനുണ്ട്. അവർ കോടതിയിൽ പോയിട്ട് തിരിച്ചു വന്നോട്ടെ. വന്നു കഴിഞ്ഞാൽ തന്നെയും വീണ്ടും പിരിച്ചുവിടാനുള്ള നടപടികൾ ഉണ്ടാകണം. കാരണം അവരെ വിജിലൻസിലെ അന്വേഷണം വേണം, അവരുടെ സ്വത്തുക്കളെ പറ്റി തീർച്ചയായിട്ടും വേണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരേ സമയം വാർത്തകൾ പുറത്തോട്ട് വന്ന് ഈ വഴയിലെ ഈ പുതിയ ബാറിന്റെ ഉദ്ഘാടനം 4-ാം തീയതിയാണ് നടന്നത്. അതേ സമയത്ത് ഈഞ്ചക്കിലുള്ള ബാറിലും അവിടെ നമ്മൾ ഓംപ്രകാശും കൂട്ടരും അതുപോലെ എയർപോർട്ട് സാജനും കൂട്ടരും തമ്മിലുള്ള സംഘർഷം. DJ പാർട്ടിയാണ്, പ്രത്യേകിച്ച് ഇനി ക്രിസ്മസ് ആയി, DJ പാർട്ടി എല്ലാ ഹോട്ടലിലും ഉണ്ടാവും. ഇത് പോലീസ് നിയന്ത്രിക്കണം. പോലീസ് നിയന്ത്രിക്കുന്നത് മാത്രമല്ല, അത് നിരോധിക്കുകയും ചെയ്യണം. എന്തിനാണ് DJ പാർട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ നടത്തുന്നത്? എന്തിനാണ് എനിക്ക് മനസ്സിലാവും. പണം ഉണ്ടാക്കാൻ തന്നെ. ആരാണ് നടത്തുന്നത്? കേരളത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഗുണ്ടകളാണ് നടത്തുന്നത്. ആ ഗുണ്ടകൾ നടത്തുന്നത്, അവിടുത്തെ അനുവാദം കൊടുക്കുന്നത് ആ ഹോട്ടൽ ഉടമയും ആ ബാർ നടത്തിപ്പുകാരുമാണ്. അവർ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് ഓഫീസേഴ്സ് അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് DJ പാർട്ടി കേരളത്തിൽ ഒന്നും അനുവദിക്കാൻ പാടില്ല. ബാറുകാർ അവിടെ കള്ളുകച്ചവടം നടത്തിക്കോട്ടെ, പക്ഷേ DJ പാർട്ടി നടന്ന് സംഘർഷം ഉണ്ടാക്കാൻ അനുവദിക്കരുത്. അതിനുള്ള വേദിയല്ല അവിടെ. കള്ളു കുടിക്കാൻ വരുന്നവർ, ഹോട്ടലിൽ താമസിക്കാൻ വരുന്നവർ വന്നു പൊക്കോട്ടെ. ഇതുപോലെയുള്ള ഡാൻസും കൂത്തും നടത്തുന്നതിന് വേറെ
എവിടെയെങ്കിലും വാടകയ്ക്കെടുത്ത് അവിടെ നടത്തിക്കോട്ടെ. ഹോട്ടലിനകത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്, ആ ഹോട്ടലിനകത്ത് വന്നു പോകുന്ന കുടുംബക്കാരുണ്ട്, ആഹാരം കഴിക്കാൻ വരുന്നവരുണ്ട്. അതുകൊണ്ട് ഡി ജെ പാർട്ടി കേരളത്തിലെ ഓരോ ഹോട്ടലിലും നടത്താതിരിക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണം, ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം, ലോക്കൽ ഓഫീസേഴ്സും ശ്രദ്ധിക്കണം. അത് കേരളത്തിലെങ്ങും അനുവദിക്കാൻ പാടില്ല. കാരണം ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വിതരണം ചെയ്യുന്നത് ഈ ഡി ജെ പാർട്ടി കൂടിയാണ്. ഓം പ്രകാശും ഇതിൻ്റെ ഗുണ്ടായുസത്തിൻ്റെ ഒപ്പം ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കേരളത്തിലെ വിറ്റഴിക്കപ്പെടുന്നതിൽ ഒരു വ്യക്തി ഓം പ്രകാശാണ്. അതുകൊണ്ടാണ് എല്ലാ ഡി ജെ പാർട്ടിയിലുമൊക്കെ അയാൾ പറന്നെത്തുന്നത്. അയാൾ ഏതായാലും 8 പേരെ ഇപ്പം ഫോർട്ട് യേശുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തതിൽ ഓം പ്രകാശും ഉണ്ട്, ഓം പ്രകാശിൻ്റെ സഹപ്രവർത്തകർ 2-3 പേരുണ്ട്. അതേസമയം എയർപോർട്ട് ഷാജനും അയാളുടെ മകൻ ഡാനിയുടെ ഒപ്പം ഉള്ളവരും ചില വ്യക്തികളുണ്ട്. അവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ട് പോലീസ്. അവരുടെ കൂടെ ഗുണ്ടകളായ അരുൺ, ജോസ് ബ്രിട്ടോ, സജിത്ത്, സൗരവ്, രാജേഷ്, ബിജു എന്ന 6 പേരെ അത് എയർപോർട്ട് ഷാജൻ്റെ ഒപ്പം മകൻ ഡാനിയുടെ ഒപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഓം പ്രകാശിൻ്റെ കൂടെയുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ജാമ്യം പോലീസ് സ്റ്റേഷന് കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചെലുത്തിയിരിക്കുന്നത്. കാപ്പായ എന്തുകൊണ്ട് പോലീസ് ചെലുത്തുന്നില്ല? കാരണം ഇവരെയൊക്കെ ഇത്രയും പേരെ കാപ്പായ ചെലുത്തി അകത്ത് വിടണം. അതിനുശേഷം അവർ ജാമ്യത്തിൽ ഇറങ്ങി വന്ന് അല്ലെങ്കിൽ കാപ്പായുടെ 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാലും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീണ്ടും കാപ്പ ചുമത്തി, അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല, കാപ്പ ചുമത്തി അയക്കണം. കാരണം ഇവർ സമൂഹത്തിൽ ആവശ്യമില്ല. സമൂഹത്തിനെ ചീത്തയാക്കുന്ന ഡ്രഗ്സ് വിതരണം ചെയ്യുന്ന ഒരു വേദിയാണ് ഡി ജെ പാർട്ടി. അതുകൊണ്ട് ഡി ജെ പാർട്ടി നടത്തുന്ന ഹോട്ടൽ ഉടമകളെ അതിനകത്ത് കൃത്യമായി പോലീസും അതുപോലെ ഡ്രഗ്സ് പിടിക്കുന്ന നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ആ ഹോട്ടൽ ഉടമയും അവിടെ ഡി ജെ പാർട്ടി നടത്തുന്നവരെയും അതിനാരൊക്കെയാണെന്ന് വെച്ചാൽ അവരങ്ങടെ പ്രതിയാക്കി വേണം ഡ്രഗ്സ് കേസ് എടുക്കാൻ. ഹോട്ടലിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജരെയും പ്രൊപ്പറേറ്ററെയും തീർച്ചയായിട്ടും ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനെ വരെ പ്രതിയാക്കി പോകാനുള്ള പ്രൊവിഷൻ NDPS ആക്ടിനകത്തുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പോലീസ് നീങ്ങണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.